പ്ലസ് ഈ ഫോട്ടോയിൽ ചിരിക്കും. നാളത്തേക്ക് വീണ്ടും പോവാണ്. അതിനു മുന്നേ പുതുപ്പള്ളി ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇത് നമ്മുടെ കോട്ടയത്തെ തന്നെ അല്ലെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ചർച്ചാണ്, അറിയാമല്ലോ. നമസ്കാരം. ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് നേരെ മാവേലിക്കര വരെ പോവാം. മാവേലിക്കരയ്ക്ക് പോകാനൊരു കാരണമുണ്ട്. നാളെ എൻ്റെ കൊളീഗിൻ്റെ കല്യാണമാണ്. അത് കായംകുളത്ത് വെച്ചാണ്. അപ്പം മാവേലിക്കരയിൽ വൈഫിൻ്റെ സിസ്റ്റർ താമസിക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് പോയി ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ കായംകുളത്തിന് കല്യാണത്തിന് അവിടെ നിന്ന് പോകാമെന്ന് വെച്ചാൽ. അപ്പം എൻ്റെ ടീംമേറ്റ്സും കൊളീഗ്സും ഒക്കെ അവിടെ വരുന്നുണ്ട്. എല്ലാവരെയും നാളെ കാണാം. വണ്ടി കിട്ടിയിട്ട് ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. ഇന്നലെ ഒരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഡെലിവറി എടുത്ത് നേരെ കോട്ടയത്തേക്ക് പോയി. അപ്പം അതിനേക്കാളും വലിയൊരു ട്രിപ്പ് കൊച്ചി ടു മാവേലിക്കര. അപ്പം അതിൽ കൂടുതൽ വണ്ടിയുടെ പവറും വണ്ടിയുടെ ഒരു പെർഫോമൻസും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നോക്കാം. അല്ലാതെ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചേ. പാട്ടിട്ടോണ്ട് കറക്റ്റ് അതല്ലേ സൂപ്പർ. ലല്ലയുടെ സീറ്റ് കാണിച്ചു കൊടുക്ക്. ലല്ലയുടെ സീറ്റ് കാണിച്ചു കൊടുക്ക്. ഇതാണ് ലല്ലയുടെ സീറ്റ്. ഇവിടെ അമ്മയുടെ സീറ്റ്. ഞങ്ങളുടെ പിള്ളേർക്ക് ഞങ്ങളുടെ മുട്ടപ്പടി അവിടെ രണ്ട് മുട്ടപ്പടിയുണ്ട്. വിശാലമായ ഒരു ട്യൂഷൻ സെന്റർ, ശ്രീ രാജരാജേശ്വരി ട്യൂഷൻ സെന്റർ. ചൂരവടിയൊക്കെ ഇത് വെച്ച് ഞാൻ അടിക്കുവോ? മീനാ മീൻ പഠിക്കുന്നു. ഓക്കെ ആയോ? ഇട്ടപ്പോ ഞങ്ങൾ സ്ഥലം ഫുൾ സോളാർ സെറ്റപ്പിൽ ഒരു ട്യൂഷൻ സെന്റർ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. പഴയ സ്കൂളിൻ്റെ ഒരു ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു ട്യൂഷൻ സെന്റർ. ഇതാണ് ട്യൂഷൻ സെന്ററിന്റെ സ്ഥാപകൻ, മുതലാളി. ഇത് പ്രൊപ്പറേറ്റർ. ഇത് ചെറിയ കാന്താരി.
ഇതെന്നതാണ്? ഗജത്തിന് വൃത്തം വരയ്ക്കുക. ഇതെന്നെ മേഘങ്ങൾക്കിടയിൽ സൂര്യനെ വരയ്ക്കുക. ഇതെന്നാ? മൂങ്ങയ്ക്ക് മാങ്ങ തിന്നണം. വഴി കാണിച്ചില്ലല്ലോ. ആ ഇതോ. ഇതെന്നാ? ഒത്തിരി ആൾക്കാർ പോകുമ്പോഴേ വണ്ടിയിലിരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ശരി അവിടെ രണ്ട് തുളയിട്ടിട്ട് ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്ന് മാവേലിക്കരയിൽ നിന്ന് കായംകുളത്തേക്ക് പോകണം. അവിടെ മിക്കാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. ഞാൻ എണീറ്റതേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടി കാറൊന്ന് കഴുകണം. ബ്ലാക്ക് കളറായതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊടി നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ വേറൊരു സൂത്രം കാണിക്കാതെ. ഇത് കാർ വാഷ് ഷാമ്പു ആണ്. ഇതിൻ്റെ ഒരു 20 ml ഒഴിച്ച് മിക്സ് ചെയ്ത് വെള്ളം എടുത്തിട്ടുണ്ട്. നോക്കാം. അവസാനം നീണ്ട കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം വണ്ടി കഴുകിയിരിക്കുകയാണ്. ലിതിൻ ചേട്ടനും ലിതിൻ ചേട്ടനും ഹെൽപ്പ് ചെയ്തു. അയ്യോ കുറച്ച് പാടാണേ. അയ്യോ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ. വിളിച്ചു ഞാൻ 2 പീസ്. സൈഡിൽ ഞാൻ മടക്കോട്ടെ വിളിച്ചു. അതുകൊണ്ട് വലിയ ഇതുണ്ടായിരുന്ന പിന്നെ എനിക്ക് എത്തില്ല. ഉള്ളക്കിഴങ്ങ് കറി പിന്നെ അറിയാം. മറ്റേ ഒന്നാണ് കഴിച്ചത്. തിരിച്ചോ ഈ ഫോട്ടോയിൽ ചിരിക്കും. അതുകൊണ്ടാ. ഇനി ഞാനൊരാളെ കാണിച്ചു തരാം. ഇത് ലതാസ് രുചി ഹട്ടിന്റെ പ്രൊപ്പറേറ്റർ. നമ്മൾ ലതാസ് രുചി ഹട്ട് എന്നാണ് യൂട്യൂബ് ചാനലിൽ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അടിപൊളി ചാനലാണ്, എല്ലാവരും കാണണം. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ എന്തൊക്കെയാ? കാറ്ററിംഗ്. അതെ, കാറ്ററിംഗ് പരിപാടിയാണ്. ലതാമ്മ തന്നെ മാനേജ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. ആദ്യം തൊട്ട് എടുക്കണമെന്നുണ്ട്, പക്ഷെ അതിന് രാവിലെ എണീക്കണം. അത് നടക്കുകയില്ല.
അപ്പോൾ അത് ഇപ്പം നടക്കുകയില്ല. ഇനി അത് ഒരു ദിവസം വന്ന് എടുക്കാം. ഇത് ഇന്നത്തെ വിഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. തോരൻ, ഇത് പുളിശ്ശേരി അല്ലേ, മീൻ വറുത്തത്, ഇതൊക്കെ വീട്ടിലൂണിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവരൊക്കെ രാവിലെ എണീറ്റും ഉണ്ടാക്കും. ഇതൊരു സ്പെഷ്യൽ കറി. അടുത്ത് എന്തോ പാചകം ചെയ്തോണ്ടിരിക്കുന്നു. അപ്പം കായംകുളത്തിലെ എക്സൈസിൽ ജോലി ചെയ്യുന്ന നിമ്മി. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലതാമ്മയുടെ ഒക്കെ പാചകം, അതായത് ആദ്യം തൊട്ട് വെളുപ്പിന് തൊട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടുള്ള പരിപാടി വീഡിയോ എടുത്ത് ഒരു വീഡിയോ ആക്കി ചാനലിൽ ഇടണമെന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടൈം. അതിന് രാവിലെ എണീക്കണം. അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണോ വേണ്ടെന്ന് അറിയത്തില്ല. ലെങ്ത് പോലെ ഇടണം. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയും അടുത്ത വീഡിയോ ഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരണം. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ.